കാരണം ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദ ക്രിമിനലുകൾ അഹമ്മദാബാദി വരെ ബോംബ് പൊട്ടിക്കാൻ പോയേക്കുന്ന ഈരാറ്റുപേട്ട എന്നാ. അപ്പോൾ ഒരു ബഡ്ഡിങ് രീതിയിലുള്ള മത തീവ്രത വളർത്തി ഒരു ആൻറ്റി ഇന്ത്യ, അത് ലോകത്തിന് മുഴുവൻ ശാപമായി തീരുന്ന വളർത്തിയെടുക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റി, ആ സിറ്റിയെ എങ്ങനെ നേരിടണം ചോദ്യങ്ങളായത്. കാരണം സാധാരണക്കാർക്ക് അറിയത്തില്ല. കാരണം അതിനെ നേരിട്ടേ മതിയാവത്തുള്ളൂ, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഫ്യൂച്ചർ അതിൻ്റെ ജനറേഷനൊക്കെ പെട്ടുപോകും. ഇത് കോട്ടയം ജില്ലയ്ക്കകത്ത് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഉള്ള ഭാഗത്തുണ്ടായ ഒരു പോക്കറ്റിലുണ്ടായ സംഭവമാണ്. അപ്പം അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ലോകത്തൊന്നിനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ഇതാണ് പബ്ലിക് പ്രഷർ, ജനാധിപത്യത്തിൻ്റെ പ്രഷറുണ്ട്. എങ്ങനെ ബോയ്ക്കോട്ട് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ജനാധിപത്യം അപ്ലൈ ചെയ്തിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം, ഇവരെങ്ങനെ മാറാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ചാക്ക് വിട്ടുകൊണ്ട് മാത്രമേ അതുവഴി പോകാൻ പറ്റൂ. സ്ത്രീകൾക്ക് അതുവഴി, കാരണം ആ താലിബാൻ രീതിയിൽ മാത്രം പോകുന്ന രീതിയിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോവുകയാണ്. അതാണ് ഞാൻ ഇത് കണ്ടിരിക്കുന്ന എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയാം. അപ്പം അതിനെ ഇപ്പോഴേ അതും ശരിക്കും അത് റെമഡി കൊടുത്ത് അതിന് ശുശ്രൂഷിച്ചില്ല എങ്കിൽ പിന്നീടുണ്ടാകുന്ന മത തീവ്രതയും അവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും ആർക്കും പിടിച്ചാൽ പോലും കിട്ടത്തില്ല. കേരളം ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ഒപ്പോസിഷൻ പക്ക ഇതിൻ്റെ അത് BJP പോലും സൈലൻ്റാ. ഇത് ഇവിടെയാണ് ജനങ്ങൾ ഒരുമിക്കേണ്ടത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് PC ജോർജ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനെ PC ജോർജ് തന്നെ ഇതിന് മുമ്പിൽ നിർത്തണം. മുമ്പിൽ നിർത്തി ഇതൊരു വലിയ സംഭവമാക്കി അങ്ങ് മാറ്റണം. ഇത് ഇന്ത്യ മുഴുവനും ചർച്ച ചെയ്യുന്ന വിഷയമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ഈ ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്യുമ്പോഴാണ്. കാരണം ജനാധിപത്യ പ്രക്രിയയിൽ ആ ബോയ്ക്കോട്ട് ചെയ്താൽ അത് നാഷണൽ ഇഷ്യൂവാണ്. അപ്പോഴത്തെ ഗവൺമെൻറ് ഇടപെടും, സെൻട്രൽ ഗവൺമെൻറ് ഇടപെടും. കാരണം സെക്യൂരിറ്റി തന്നേ മതിയാവത്തുള്ളൂ. അപ്പോൾ കേരള പോലീസിന് അവിടെ ഉള്ള സ്വാധീനം മാറ്റിയിട്ട് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ CRPF അല്ലെങ്കിൽ BSF 2 യൂണിറ്റ് അങ്ങ് കൊണ്ടുവരും. ഇതാണ് ഇതിൻ്റെ അകത്തുണ്ടാകും. കാരണം ഇതാണ് മാറ്റം വരേണ്ടത്. അപ്പോൾ ഈ 2 പാരാമിലിറ്ററി ഫോഴ്സോ അത് ഈ 2 ക്യാമ്പുകളോടെ വന്നു കഴിഞ്ഞാൽ അവന്മാർ ഇവരെ കൈകാര്യം ചെയ്തു. അതാണ് ഈരാറ്റുപേട്ടക്കാരെ നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ബനാന റിപ്പബ്ലിക് അല്ല. അവിടെ 2 യൂണിറ്റ് ഇട്ടാൽ മതി, നിന്റെ ആസനം പറഞ്ഞു പോകും. അവന്മാർക്ക് ആ ഹിന്ദി അറിയാവുന്നവർക്ക് എന്തു കോപ്പായത്. അവന്മാർക്ക് ഈ സാധനം ഈ പറയുന്ന കാണുമ്പോഴേ അവർക്ക് തെറിച്ചു വരും. വല്ലാത്ത രീതിയിൽ കയറിയെങ്കിലും പെരുമാറും. ഇതാണ് എനിക്ക് അവിടെയുള്ള ജനങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്. രാജ്യത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാത്യു സാമുൽ സാറ് ഈ പറയുന്ന വിഷയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നത്, ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സ്ഫോടനം നടത്താൻ വേണ്ടി ഈരാറ്റുപേട്ടയിൽ നിന്ന് കുറച്ച് ആളുകൾ പോയി എന്നുള്ളത്. അതിൽ ശരിയാണ്, ജീവപര്യന്തം ശിക്ഷ വരെ ലഭിച്ചിട്ടുള്ള ഭീകരവാദികൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് അവിടെ സ്ഫോടനം നടത്താൻ പോയതാണ്. 2007 ഈ ഒരു സംഭവം നടന്നത്. ഒരു മുഹമ്മദ് ഷിബിലി, മുഹമ്മദ് ഷാദിലി, അതോടൊപ്പം തന്നെ ഒരു ഷറഫുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്ന 3 ആളുകൾ. ഇവരിൽ ഈ പറയുന്ന ആളുകൾ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് ഈ ഒരു ഭീകരവാദ സംവിധാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ഇന്നും ഇന്നലെയല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ 2007 അന്ന് 21ഓളം പ്രദേശങ്ങളിലാണ് ഇവർ സംയുക്തമായിട്ട് ഈ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തത്. 56 ആളുകൾ തൽക്ഷണം മരിക്കുകയും അതോടൊപ്പം തന്നെ 200-ന് മുകളിൽ ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയും ചെയ്തു. എന്തിനു വേണ്ടിയിട്ട് ഇവർ ഗുജറാത്തിൽ പോയി 2007 സ്ഫോടനം നടത്തി എന്ന് പറയുമ്പോൾ, 2002 ഗുജറാത്ത് കലാപത്തിന്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഭീകരന്മാർ, ജിഹാദികളാണ് ഈ പറയുന്ന ആളുകൾ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഹമാസിനെയും അതോടൊപ്പം ഹമാസിന്റെ പ്രവർത്തനത്തെ എല്ലാം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ ഇതാണ്. ഇവർ അന്ന് മുതൽക്കേ തന്നെ ഹമാസിനെ പിന്തുണക്കുന്ന ആൾക്കാരാണ്. അതേ മനോഭാവമാണ്. പാലസ്തീൻ സ്വതന്ത്രമാക്കണം, അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഹമാസ് നടത്തുന്നത്. ഇതൊക്കെയാണ് ഇവന്മാരുടെ ചിന്താഗതി. ഈ താല്പര്യമുള്ള ആളുകളാണ് അഹമ്മദാബാദിൽ പോയി സ്ഫോടനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രദേശത്ത് ഭീകരവാദികളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന സമയത്ത്, അത് വർദ്ധിച്ചു വരുന്ന സമയത്ത് നമ്മുടെ സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? സർക്കാരിന്റെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണം. പോപ്പുലർ ഫ്രണ്ട്, SDPI, മറ്റ് പ്രധാനപ്പെട്ട സംഘടനകൾ, തീവ്ര ചിന്താഗതിയുള്ള ഇസ്ലാമിക സംഘടനകൾ, ഇവരൊക്കെ വളർന്ന് പന്തലിച്ചു വരുമ്പോൾ അവിടെ ഇതിനെ ബ്ലോക്ക് ചെയ്യേണ്ട ആദ്യത്തെ ഉത്തരവാദിത്തം നമ്മുടെ സർക്കാരിനാണ്. അത് 2007 ഇവിടെ നമ്മൾക്കറിയാലോ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം 2004
വാജ്പേയി സർക്കാർ അധികാരത്തിൽ നിന്ന് മാറിയതിനു ശേഷം മൻമോഹൻ സിംഗ് അധികാരത്തിൽ കയറുന്നൊരു സമയമാണ്, അവരിരുന്ന് ഭരിക്കുകയാണ്. അപ്പോൾ ഈ സമയം മുതൽക്ക് തന്നെ ഈ ഭീകരവാദികൾക്ക് ഒരു പ്രത്യേക ഒരു എനർജി ആയിരുന്നു നമ്മുടെ രാജ്യത്ത് സ്ഫോടന പരമ്പരകൾ നടത്താനായിട്ട്. ആ സ്ഫോടന പരമ്പരകൾ നടത്തുന്നതിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് എത്രയോ ആളുകളാണ് പോയിട്ടുള്ളത്. എത്ര ആളുകൾ ഇവിടുന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു, എത്ര തരത്തിലുള്ള സ്ഫോടന പരമ്പരകൾക്ക് ആസൂത്രണം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് നടന്നു. എന്നിട്ട് ആദ്യത്തെ ഉത്തരവാദിത്തം ഭീകരവാദത്തെ തുടച്ചു നീക്കാനായിട്ട് വേണ്ടത് ആർക്കാണ്? നമ്മുടെ സംസ്ഥാന സർക്കാരിനാണ്. പക്ഷെ സർക്കാർ എന്താണ് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുപോലെ നിലപാടുകൾ സ്വീകരിക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ ഈ നാട്ടിലുള്ള ദേശീയവാദികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും ബുദ്ധിപരമായിട്ടുള്ള രീതിയിലേക്ക് ഇനി മുന്നോട്ട് പോകേണ്ടതും. കാരണം വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ PFI നിരോധനം ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാണെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. മോദി രക്ഷിക്കാൻ വരും, അമിത്ഷാ രക്ഷിക്കാൻ വരും എന്നുള്ള ചിന്താഗതിയാണ് നിങ്ങളുടെ മുന്നിലെങ്കിൽ അത് വെറും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. അവർക്ക് ചെയ്യാൻ ഒരു സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഇവിടെ തന്നെ ചെയ്യണം. അതിന് ഈ പറയുന്ന ഇവിടുത്തെ പ്രാദേശികമായിട്ട് ഉയർന്നു പൊന്തുന്ന ഇതുപോലുള്ള മാനസികാവസ്ഥയുള്ള ആളുകൾ, ഈ ആളുകളെ എങ്ങനെയാണ് പിടിച്ചു കെട്ടേണ്ടത്? ഈ തീവ്ര ചിന്താഗതിക്കാരെ എങ്ങനെയാണ് പിടിച്ചു കെട്ടേണ്ടത്? അത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതാണ്. പക്ഷെ അതിന് ഇവിടെ അവർക്ക് എന്താണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാം, PC ജോർജ് എന്ന് പറയുന്ന ഒരു നിലവിൽ BJP നേതാവ്. ആദ്യം അദ്ദേഹം പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് നിന്നുള്ള ആളാണ്. അദ്ദേഹം സ്വതന്ത്രമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചു. പിന്നെ അതിനു മുന്നേ ആദ്യത്തെ ഘട്ടത്തിൽ അദ്ദേഹം കേരള കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു. അപ്പൊ ആ സമയം മുതൽക്കേ തന്നെ ഒരു ഘട്ടം വരെ PC ജോർജിന് ഇവരുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ശരി തന്നെയാണ്. PC ജോർജിനെ പറഞ്ഞിട്ടുണ്ട്, SDP പരിപാടിയിൽ പോലും താൻ അവിടെ പങ്കെടുത്തിട്ടുണ്ട്, അവരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്, വോട്ടുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇവിടെ ഒരു ഭീകര സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ തീവ്രവാദികളുടെ ചിന്താഗതി നിരന്തരമായിട്ട് പേട്ടയിലേക്ക് അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയിലേക്ക് വർദ്ധിച്ചു വരുന്നതിന്റെ ഭാഗമായിട്ട് ഈ ലവ് ജിഹാദ് പോലെയുള്ള വരാനിരിക്കുന്ന ഒരു പ്രതിസന്ധിക്ക് എതിരെ ഒരു പ്രതികരണം നടത്തി PC ജോർജ്. ഇതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. അപ്പൊ ഈ തെറ്റിനെ യഥാർത്ഥത്തിലൂടെ മുതലെടുത്തതാരാണ്? LDF ആണ്, CPM ആണ്. CPM ഇവരുടെ പിന്തുണയോടുകൂടി കൃത്യമായിട്ട് അവിടെ വിജയിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്ത്രം, വിജയിക്കുക എന്നുള്ളത്. ആരുടെ എന്നല്ല. ഇപ്പൊ ജമ്മു കാശ്മീരിൽ DYFIയുടെ പേര് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? സാധാരണ ഡെമോക്രാറ്റിക് യൂത്ത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അവിടെ ജമ്മു കാശ്മീരിൽ DYFK എന്നുള്ള ഒരു പേരിലാണ് ഉമാർ അറിയപ്പെടുന്നത്. DYFI അല്ല, ഡെമോക്രാറ്റിക് യൂത്ത് ഫ്രണ്ട് ഓഫ് കശ്മീർ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സാധാരണ നമ്മൾ ചിന്തിക്കുക. ഇവരുടെയൊക്കെ ഒരു ചിന്താഗതി, ഇവരുടെയൊക്കെ ഒരു നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. നമ്മുടെ ഈ നാട്ടിൽ ഇവിടെയുള്ള ഭീകര സ്വഭാവമുള്ള ആളുകളെ ഇവിടെ വെച്ച് തന്നെ ഇല്ലായ്മ ചെയ്ത് ഇവിടെ വെച്ച് തന്നെ അടിവേരിറക്കുന്നതിന് പകരം അതിനിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത് എത്രത്തോളം ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ നാടിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് എവിടെയാണോ, ഈരാറ്റുപേട്ടയിലായിക്കോട്ടെ ഇനി എവിടെയാണെങ്കിലും അതിനെ തടയിടാനുള്ള ഒരു പ്രതിവിധി കാണുക എന്നുള്ളത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറ ഇതിന് വലിയ രീതിയിലുള്ള വില കൊടുക്കേണ്ടി വരും. അവർക്കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും, സംശയമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ മാത്യു സാമുവൽ സാറിനെ പോലെയുള്ള എക്സ്പീരിയൻസ് ഉള്ള മാധ്യമ പ്രവർത്തകർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വിഷയങ്ങൾ പറയുന്നത്, യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഈ വിഷയങ്ങൾ പറയുന്നത്.